1940 നവംബർ 27 സാൻ ഫ്രാൻസിസ്കോയിലെ ചൈന ടൗണിലുള്ള ജാക്സൺ സ്ട്രീറ്റ് ഹോസ്പിറ്റൽ. ഒരു ഗാഢനിദ്രയിൽ നിന്നും ആ ആതുരാലയം ഉണർന്നെഴുന്നേൽക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പൊടുന്നനെ അവിടമാകെ തളം കെട്ടി നിന്നിരുന്ന നിശബ്ദതയെ ഭേദിച്ച് ഒരു നവജാത ശിശുവിന്റെ ആദ്യ ശബ്ദമുയർന്നു. ലീഹോയ്ചുവിന്റെ ഭാര്യ ഗ്രേസ് ഒരു കുഞ്ഞിന് ജന്മം നൽകി. അസാധാരണമാം വിധം മുഖകാന്തിയും ഊർജ്ജസ്വലതയുമുള്ള ഒരു ആൺകുഞ്ഞാണ് പിറന്നത്. പ്രസവാനന്തര പരിചരണങ്ങൾക്ക് ശേഷം ആശുപത്രി വിടാൻ ഒരുങ്ങിയ ലീ ദമ്പതികൾക്ക് മുൻപിൽ ഡോക്ടർ മേരി ഗ്ലോവർ ഒരു നിർദ്ദേശം വെച്ചു. കുഞ്ഞിന് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ പേര് നൽകിയാൽ അമേരിക്കൻ ജനന സർട്ടിഫിക്കറ്റിലെ സങ്കീർണത ഒഴിവാക്കാം. ഡോക്ടർ തന്നെ അവനൊരു പേര് നിർദ്ദേശിച്ചു, ബ്രൂസ് ലീ. അധികം വൈകും മുമ്പേ ഹോങ്കോങ്ങിലേക്ക് മടങ്ങാൻ ഹോയിചുവനും ഗ്രേസും തയ്യാറെടുത്തു. മാതൃദേശത്തിന്റെ മാടി വിളിക്ക് ചെവി കൊടുക്കാതിരിക്കാൻ ഹോയിചുവന് സാധിച്ചില്ല. തിരികെ ഹോങ്കോങ്ങിലേക്ക് എത്തിയ ലീ കുടുംബം കവലൂണിലെ നദാൻ റോഡരികിലുള്ള പഴയ മന്ദിരത്തിന്റെ 2ാം നിലയിലുള്ള തങ്ങളുടെ ഫ്ളാറ്റിൽ താമസം പുനരാരംഭിച്ചു. എന്നാൽ മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞു ബ്രൂസിന് പുതിയ ചുറ്റുപാടുമായി പൊരുത്തപ്പെടാൻ അത്ര പെട്ടെന്ന് കഴിഞ്ഞില്ല. ഹോങ്കോങ്ങിന്റെ പൊടിപടലം നിറഞ്ഞ അന്തരീക്ഷം ആ കൈക്കുഞ്ഞിനെ രോഗാതുരനാക്കി മാറ്റി. കാലാവസ്ഥ സംബന്ധിയായ രോഗങ്ങൾ ബ്രൂസിനെ വിടാതെ പിന്തുടരാൻ തുടങ്ങുകയായിരുന്നു. സാംസ്കാരികവും സാമ്പത്തികവുമായി ഔന്നത്യമുള്ള കുടുംബ പശ്ചാത്തലത്തിലാണ് ബ്രൂസ് വളർന്നത്. താൻ വാങ്ങിക്കൂട്ടിയ അപ്പാർട്ട്മെന്റുകളിൽ നിന്നും മറ്റും ലഭിച്ചിരുന്ന വാടകയും ഓപ്ര നടൻ എന്ന നിലയിൽ പ്രതിഫലമായി കിട്ടിയിരുന്ന തുകയും സമൃദ്ധമായ ജീവിതം നയിക്കുന്നതിനും വീട്ടിൽ 2-ലധികം വേലക്കാരെ നിർത്തുന്നതിനും ഹോയിചുവന് ധാരാളമായിരുന്നു. ഇതിനിടയിൽ ലീ ദമ്പതികൾക്ക് 4ാമതൊരു കുഞ്ഞുകൂടി പിറന്നു. അവന് അവർ നൽകിയ പേര് റോബർട്ട് ലീ എന്നാണ്. പലപ്പോഴും ഓപ്ര പരിശീലനത്തിനായി തിയേറ്ററിലേക്ക് പോകുമ്പോൾ ഹോയിചുവൻ പുത്രൻ ബ്രൂസിനെയും ഒപ്പം കൂട്ടി. പിതാവും സുഹൃത്തുക്കളും പരിശീലിക്കുന്നത് ജിജ്ഞാസയോടെ തന്നെ ആ 5 വയസ്സുകാരൻ വീക്ഷിച്ചു. ഹാസ്യത്തിന്റെ മേമ്പൊടി ചാർത്തി ഒരു കഥയ്ക്ക് അവർ ദൃശ്യാവിഷ്കാരം നൽകുന്ന പ്രക്രിയ കുഞ്ഞു ബ്രൂസിനെ ഏറെ രസിപ്പിച്ചിരുന്നു. ശാന്തനായി ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നില്ല കുഞ്ഞു ബ്രൂസ്. അവൻ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പായാൻ വെമ്പൽ പൂണ്ടു. പ്രകൃതി തന്റെ മാറിൽ ഒളിപ്പിച്ചിരിക്കുന്ന മാസ്മരികതകളെ പുൽകുവാൻ അതിയായി ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യമോഹിയായ ആ ബാലന് സ്കൂളിന്റെ ചിട്ടവട്ടങ്ങൾ കടുത്ത അസ്വസ്ഥതയാണ് സമ്മാനിച്ചത്. പല ദിനങ്ങളിലും സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിയ ബ്രൂസ് ക്ലാസ്സിൽ കയറാതെ ഹോങ്കോങ്ങിന്റെ തെരുവ് വീതികളിലൂടെ അലഞ്ഞു നടന്നു. നഗര തിരക്കിനിടയിലൂടെ വഴിവാണിഭക്കാരെ കടന്ന് തെരുവ് കലാകാരന്മാരുടെ പ്രകടനങ്ങൾ ആസ്വദിച്ച് വിഭിന്ന ജീവിതതലങ്ങൾ പരിചയപ്പെട്ട് അവൻ നടന്നു നീങ്ങി. ഈ അലച്ചിലുകൾക്കിടയിൽ അവൻ ഏതാനും സുഹൃത്തുക്കളെയും സമ്പാദിച്ചു. കനത്ത വെയിലിനെയും മഴയെയും വകവയ്ക്കാതെ അവർ കളികളിൽ ഏർപ്പെടുക പതിവാക്കി. പലപ്പോഴും തെരുവ് വീതികളിൽ ശണ്ട കൂടുകയും ചെയ്തു. മകൻ ക്ലാസ്സിൽ പോകാതെ അടിപിടിയും കളികളുമായി നടക്കുന്നത് അമ്മ ഗ്രേസിനെ ഏറെ ദുഃഖിപ്പിച്ചു. ബ്രൂസ് എവിടേക്കാണ് പോകുന്നതെന്ന് പോലും അവർക്കറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു നാൾ ഇതേപ്പറ്റി ഗ്രേസ് അവനോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ കുഞ്ഞു ബ്രൂസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, അമ്മ എന്തിനാണ് വിഷമിക്കുന്നത്? ഒരു നാൾ ഞാനൊരു വലിയ ചലച്ചിത്ര താരമാകും. പക്ഷേ അന്ന് ആ വാക്കുകൾക്ക് ഗ്രേസ് വലിയ വില കൊടുത്തില്ല. ഒരു തമാശയായി മാത്രമേ അവൾ അത് പരിഗണിച്ചുള്ളൂ. അസാധാരണ ഊർജവും പ്രസരിപ്പും പ്രകടമാക്കുന്ന കുഞ്ഞു ബ്രൂസിന് സഹോദരി ആഗ്നസ് ഒരു വിശേഷണം ചാർത്തി നൽകി, ലിറ്റിൽ ഡ്രാഗൺ. ഭാവിയിൽ തന്റെ അനുജൻ ലോകത്തെ അത്ഭുതപ്പെടുത്തുമെന്ന് ആഗ്നസിന് ഉറപ്പുണ്ടായിരുന്നു. അവൾ നൽകിയ ആ പേര് പിൽക്കാലത്ത് ലോകമേറ്റെടുത്തു. വളരുംതോറും ബ്രൂസിനുള്ളിലെ ചലച്ചിത്ര ഭ്രമവും വർദ്ധിച്ചു വന്നു. ഒപ്പം അവന്റെയും അവന് ലഭിക്കുന്ന കഥാപാത്രങ്ങളുടെയും വികൃതിത്തരവും. 12 വയസ്സായതോടെ വീടിന് സമീപമുള്ള ലാ സല്ലെ കോളേജിൽ ബ്രൂസ് ചേർന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി ക്രിസ്ത്യൻ സ്കൂൾസിന് കീഴിലുള്ള ആ ബോയ്സ് സെക്കൻഡറി സ്കൂളിൽ ബ്രൂസിന്റെ സഹപാഠികൾ അധികവും ചൈനീസ് കത്തോലിക്കക്കാരായിരുന്നു. പുതിയ സ്കൂളിലെത്തി ആദ്യ നാളുകളിൽ തന്നെ ഒരു വില്ലൻ പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ ബ്രൂസിന് സാധിച്ചു. അവന്റെ അച്ചടക്കമില്ലായ്മയും വിനോദങ്ങളും ലാ സല്ലയുടെ സംസ്കാരത്തിന് അഭികാമ്യമല്ലാത്തതിനാൽ അധ്യാപകർ ബ്രൂസിനെ നിശിദ്ധമായി വിമർശിക്കാൻ തുടങ്ങി. വികൃതിയെന്നും മടിയനെന്നുമുള്ള വിശേഷണങ്ങൾ ഓരോ തവണ കേൾക്കുമ്പോഴും കൂടുതൽ ക്രൂരമായ ചെയ്തികൾക്ക് അവൻ മനസ്സിൽ രൂപം കൊടുക്കുകയായിരുന്നു. സ്കൂളിന്റെ ഇടനാഴികളിലും ഹോങ്കോങ്ങിന്റെ തെരുവുകളിലും അടിപിടി കൂടി നടന്ന ആ പയ്യൻ പക്ഷെ രാത്രിയാകുമ്പോൾ പൂർണ്ണ ശാന്തതയോടെ പുസ്തക പാരായണത്തിൽ ഏർപ്പെടും. പല ദിനങ്ങളിലും രാവേറുവോളം ടേബിൾ ലാബിന്റെ വെളിച്ചത്തിൽ ഉറക്കം വിളിച്ചിരുന്ന് അവൻ പുസ്തകങ്ങൾ വായിച്ചു.
തെരുവിൽ പോരടിച്ച് ആധിപത്യം സ്ഥാപിക്കാൻ ബ്രൂസ് വെമ്പൽ കൊണ്ടു. ആളുകൾ ഭയക്കുന്ന മറ്റു ഗ്യാങ്ങുകളുടെ പേടി സ്വപ്നമായ ഒരു ഗ്യാങ്സ്റ്റർ ആകുകയായിരുന്നു ബ്രൂസിന്റെ ലക്ഷ്യം. അതിനായി ബ്രൂസ് സ്വന്തമായി ഗ്യാങ്ങും രൂപപ്പെടുത്തി. ദി ടൈഗേഴ്സ് ഓഫ് ജംഗ്ഷൻ സ്ട്രീറ്റ് എന്നാണ് ആ ഗ്യാങ്ങിന്റെ പേര്. അങ്ങനെ ഇരിക്കെയാണ് വില്യം ചുങ്ങിനെ പറ്റി ബ്രൂസ് അറിയുന്നത്. കുങ്ഫുവിലെ വിങ് ചുൻ ശൈലി അഭ്യസിച്ചിരുന്ന ച്യുങ് തെരുവ് പോരാട്ടങ്ങളിൽ അജയനായി മുന്നേറുകയായിരുന്നു. തനിക്കും വിങ് ചുൻ പരിശീലിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് ബ്രൂസ് വില്യം ചുങ്ങിനെ അറിയിച്ചു. എന്നാൽ ഒരു ചലച്ചിത്രതാരം എന്ന നിലയിൽ പ്രശസ്തി ആർജിക്കാൻ തുടങ്ങിയ ബ്രൂസ് ഫൈറ്റിങ്ങിലല്ല, സ്വന്തം സൗന്ദര്യത്തിലും അഭിനയത്തിലുമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നായിരുന്നു ചുങ്ങിന്റെ പക്ഷം. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ബ്രൂസിന്റെ ഗ്യാങ് തെരുവിൽ വെച്ച് അതിരൂക്ഷമായ ഒരു സംഘട്ടനത്തിലേർപ്പെട്ടു. പ്രതീക്ഷിച്ചതിലും ശക്തരായിരുന്നു ഇത്തവണ അവരുടെ എതിരാളികൾ. അതുകൊണ്ട് തന്നെ ബ്രൂസിനും അവന്റെ ഗ്യാങ്ങിനും ദയനീയമായി അടിയറവ് പറയേണ്ടി വന്നു. വിഷമിച്ച് വീട്ടിലെത്തിയ ബ്രൂസ് തന്റെ ഉള്ളിലെ കോപവും ദുഃഖവുമെല്ലാം പ്രകടിപ്പിച്ചത് ഗ്രഹോപകരണങ്ങൾക്ക് നേർക്കായിരുന്നു. തന്നെ ശാന്തനാക്കാൻ ശ്രമിച്ച മാതാപിതാക്കൾക്ക് മുൻപിൽ തെരുവിലെ വഴക്കാളികളിൽ നിന്നും സ്വയരക്ഷ നേടാനായി ആയോധനകല അഭ്യസിക്കാൻ അനുവദിക്കണമെന്ന് ബ്രൂസ് വാശി പിടിച്ചു. ഒടുവിൽ ബ്രൂസിന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെയായപ്പോൾ അമ്മ ഗ്രേസ് അവനാവശ്യമായ പണം നൽകി. പിന്നെ ബ്രൂസ് കാത്തുനിന്നില്ല. അവൻ വില്യം ചുങ്ങിന്റെ വീട് ലക്ഷ്യമാക്കി കുതിച്ചു. അവിടെ എത്തിയ ഉടൻ, താങ്കൾ എവിടെ നിന്നാണോ വിങ് ചൻ അഭ്യസിക്കുന്നത് അവിടെ തന്നെ എന്നെയും ചേർക്കണമെന്ന് വില്യം ചുങ്ങിനോട് ആവശ്യപ്പെട്ടു. കിതച്ചുകൊണ്ടാണെങ്കിലും ബ്രൂസ് പറഞ്ഞ വാക്കുകൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന അവന്റെ അടങ്ങാത്ത അഭിനിവേശത്തിന്റെ തിരയിളക്കം വില്യം ചുങ്ങിന് ബോധ്യമായി. അങ്ങനെ ബ്രൂസിനെയും കൂട്ടി വില്യം റെസ്റ്റോറന്റ് വർക്കേഴ്സ് യൂണിയൻ ഹാളിലേക്ക് നടന്നു. റെസ്റ്റോറന്റ് വർക്കേഴ്സ് യൂണിയൻ ഹാളിൽ തങ്ങളെ സ്വീകരിച്ച കുങ്ഫു മാസ്റ്ററെ കണ്ട് ബ്രൂസ് തെല്ലൊന്ന് അമ്പരന്നു. നിരവധി ശിഷ്യരുള്ള ഇപ്മാനായിരുന്നു വില്യം ചുങ്ങിന്റെ മാസ്റ്റർ. തന്നെയും അങ്ങയുടെ ശിഷ്യനായി സ്വീകരിച്ച് വിങ് ചുൻ അഭ്യസിപ്പിക്കണമെന്ന് ബ്രൂസ് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. 10ലേറെ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച് പ്രശസ്തനായ ബാലനടൻ എന്ന നിലയിൽ ബ്രൂസിനെ തന്റെ ശിഷ്യഗണത്തിലേക്ക് സ്വീകരിക്കാൻ ആ മാസ്റ്റർക്ക് യാതൊരു വൈമനസ്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാസ്റ്റർ ഇപ്മാന് കീഴിൽ 13 വയസ്സുകാരൻ ബ്രൂസ് ലീ വിങ് ചുൻ ആയോധനകല അഭ്യസിക്കാൻ ആരംഭിച്ചു. അത്യുത്സാഹത്തോടെയാണ് ബ്രൂസ് ഓരോ ചുവടും പഠിച്ചത്. അടിയും തടയും എപ്രകാരം ഫലപ്രദമായി ചെയ്യാമെന്ന് അവൻ സാവധാനം മനസ്സിലാക്കി. ഗുരു നൽകുന്ന ഓരോ നിർദ്ദേശവും ബ്രൂസ് ക്ഷമയോടെ ഗ്രഹിച്ചു. ആദ്യമൊക്കെ തെരുവു സംഘടനകളിൽ ശത്രുക്കളെ തറപറ്റിക്കാനുള്ള ഒരു മാർഗമെന്ന നിലയിലായിരുന്നു ബ്രൂസ് വിങ് ചൻ അഭ്യസിക്കാൻ താൽപ്പര്യപ്പെട്ടത്. എന്നാൽ ഇപ്മാന്റെ ഉപദേശങ്ങളും ധർമ്മസ്പഷ്ടമായ വിശദീകരണങ്ങളും ആ കലയുടെ ഔന്നത്യത്തെയും ധാർമ്മിക അടിത്തറയെയും ബ്രൂസിന് ബോധ്യമാക്കി. വെറുമൊരു സമരമാർഗമല്ല വിങ് ചുൻ എന്നും അതൊരു തത്വജ്ഞാനാധിഷ്ഠിതമായ ആയോധന കലയാണെന്നും ബ്രൂസ് മനസ്സിലാക്കുകയായിരുന്നു. ഒപ്പം തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ കുംഫു ശൈലിയുടെ ചരിത്രവും. AD 5-ാം നൂറ്റാണ്ടിൽ ദക്ഷിണ ഭാരതത്തിൽ നിന്നും കടലുകൾ കടന്ന് ചൈനയിലെത്തിയ ബുദ്ധഭിഷു ബോധിധർമ്മൻ ഷാവോലിൻ ടെമ്പിളിലെ സന്യാസിമാരെ പഠിപ്പിച്ച അഭ്യാസ മുറകളാണ് ആയോധന കലയുടെ തുടക്കമെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്നു. 6 തലമുറകൾ കൈമാറിയാണ് ആ ശൈലി ഇപ്മാനിൽ എത്തിച്ചേർന്നത്. പാശ്ചാത്യ വസ്ത്രങ്ങളെയും വസ്ത്രധാരണ രീതിയെയും വിമർശിച്ചിരുന്ന ഇപ്മാൻ കുംഫു ചൈനക്കാർ മാത്രം പഠിക്കേണ്ട ആയോധന ശൈലിയാണെന്ന് വിശ്വസിച്ചിരുന്നു. ഒരു ശാന്ത പ്രകൃതക്കാരനായിരിക്കുമ്പോഴും സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന തന്റെ ഗുരുവിനെ ബ്രൂസ് ഏറെ ബഹുമാനിച്ചു. കൂടുതൽ അടവുകൾ പഠിക്കാനും അവയുടെ ദാർശനിക വശം ക്ഷമയോടെ മനസ്സിലാക്കാനും വെമ്പൽ കൊണ്ട ബ്രൂസിനെ ആ ഗുരുവിന് നന്നെ ബോധിച്ചു. ചരിത്രമായി മാറിയ ഒരു ഗാഢ ഗുരുശിഷ്യ ബന്ധത്തിന് അവിടെ തുടക്കമാവുകയായിരുന്നു. 2 ബിന്ദുക്കൾ തമ്മിലുള്ള ഏറ്റവും ചെറിയ ദൂരം ഒരു നേർരേഖയായിരിക്കും എന്ന മൗലിക തത്വമാണ് വിങ് ചുൻ ആയോധന ശൈലിയുടെ അടിസ്ഥാനം. എതിരാളിയുടെ ഉച്ചി മുതൽ നാഭി വരെ ഒരു കേന്ദ്രീയ രേഖ സങ്കല്പിച്ചാണ് ഈ ശൈലിയിലുള്ള ആക്രമണങ്ങളത്രയും. വളരെ പെട്ടെന്ന് തന്നെ ബ്രൂസ് ലീ വിങ് ചുനിൽ ആകൃഷ്ടനായി. എന്നും സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ ബ്രൂസ് നേരെ ഓടുക ഗുരു ഇപ്മാന്റെ അടുക്കലേക്കാണ്. അദ്ദേഹത്തിൽ നിന്നും പഠിച്ച അടികളും തൊഴികളും തിരികെ വീട്ടിലെത്തി ഗ്രഹോപകരണങ്ങൾക്കുമേൽ പ്രയോഗിക്കുക ബ്രൂസ് ഒരു ശീലമാക്കി. പരിശീലന വേളയിൽ ബ്രൂസ് പ്രകടമാക്കുന്ന അത്യാവേശവും പ്രായോഗിക തലത്തിലെ പൂർണ്ണതയും മറ്റു വിദ്യാർത്ഥികളിൽ അസൂയ ഉളവാക്കാൻ പോകുന്നതായിരുന്നു. പരിശീലനത്തിനിടെ ഏകാഗ്രഹധാരാഹിത്യം മൂലം അവർക്കൊക്കെയും ബ്രൂസിന്റെ പക്കൽ നിന്നും നല്ല പ്രഹരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അധികം വൈകും മുമ്പേ ഒരു സുഹൃത്തിന്റെ നിർബന്ധപ്രകാരം 15 വയസ്സുകാരൻ ബ്രൂസ് ചാച്ചാ നൃത്തം അഭ്യസിക്കാൻ തുടങ്ങി.
ഇത് ശാരീരിക സമതുലിതാവസ്ഥ കൈവരിക്കാൻ ബ്രൂസിന് സഹായകമായി. ഫുട് വർക്ക് മികച്ചതാക്കാനായി 100-ലധികം വ്യത്യസ്തങ്ങളായ ഡാൻസ് സ്റ്റെപ്പുകളാണ് ബ്രൂസ് നിത്യേന അഭ്യസിച്ചത്. ക്രൗൺ കോളനി ചാച്ച ചാമ്പ്യൻഷിപ്പിൽ ബ്രൂസ് വിജയിക്കുകയും ചെയ്തു. അപ്പോഴും തെരുവ് പോരാട്ടത്തിൽ ബ്രൂസ് സജീവമായി പങ്കുകൊണ്ടു. അങ്ങനെ നടത്തിയ അടിപിടികളിൽ പലതും വ്യക്തമായൊരു കാരണമുണ്ടായിട്ടൊന്നുമായിരുന്നില്ല. ബ്രൂസിന്റെ ഗ്യാങ്ങായ ടൈഗേഴ്സ് ഓഫ് ജംഗ്ഷൻ സ്ട്രീറ്റിന്റെ സാന്നിധ്യം അറിയിക്കാൻ മാത്രമായിരുന്നു അത്തരം അടിപിടികൾ. പിച്ചാത്തിയും ഉരുക്ക് ചങ്ങലയും മറ്റും ബ്രൂസ് സ്ഥിരമായി കയ്യിൽ കരുതാറുണ്ടായിരുന്നെങ്കിലും അവ ഒരിക്കൽ പോലും ഉപയോഗിച്ചിരുന്നില്ല. വെറും കൈയായിരുന്നു ബ്രൂസിന്റെ പ്രധാന ആയുധം. പകൽ മുഴുവൻ കുങ്ഫു പരിശീലനത്തിലും സ്കൂളിലെയും തെരുവ് വീഥികളിലെയും ഗ്യാങ് വാറിലും ഏർപ്പെടുന്ന ബ്രൂസ് പക്ഷേ രാത്രിയിൽ തികച്ചും ശാന്തനായി മാറും. തന്റെ മുറിയിൽ ടേബിൾ ലാൻഡിന്റെ വെളിച്ചത്തിലിരുന്ന് പുസ്തകങ്ങൾ വായിച്ചുകൂട്ടാൻ ബ്രൂസ് ഉത്സാഹിച്ചു. പല ദിനങ്ങളിലും അർദ്ധരാത്രിക്ക് ശേഷവും പുസ്തകപാരായണം നീണ്ടുനിന്നു. ചിന്തോ ദീപകങ്ങളായ പുസ്തകങ്ങളുമായുള്ള ചങ്ങാത്തം സ്വയം വിലയിരുത്താൻ അവനെ പ്രേരിപ്പിക്കുകയായിരുന്നു. തന്റെ അനിയന്ത്രിതമായ രോക്ഷവും മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന സ്വഭാവവും മാറ്റേണ്ടതാണെന്ന് ബ്രൂസിന് മനസ്സിലായി. എങ്കിലും അതിൽ മാറ്റം വരുത്താൻ ബ്രൂസിന് സാധിച്ചില്ല. മാനസികാസ്വാസ്ഥ്യം അനുഭവപ്പെടുമ്പോഴൊക്കെ ബ്രൂസ് ഏകനായി ദീർഘദൂരം കാൽനടയായി യാത്ര ചെയ്തു. ഇത്തരം യാത്രകൾക്കിടയിൽ കാലത്തെപ്പറ്റി, ജീവിതത്തെപ്പറ്റി, വികാരങ്ങളെപ്പറ്റി ബ്രൂസ് ഗഹനമായി ചിന്തിച്ചു. തടാകത്തിലെ മത്സ്യങ്ങളും വാനിലെ മേഘങ്ങളും ഇലകൊഴിഞ്ഞ മരങ്ങളും ബ്രൂസിനെ പുതിയ ചിന്തകളിലേക്ക് നയിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ബ്രൂസിന് മുമ്പിൽ പുതിയൊരു പ്രതിസന്ധി ഉരുത്തിരിഞ്ഞത്. ബ്രൂസിന്റെ അമ്മ ഗ്രേസ് ഒരു ജർമ്മൻ വംശജന്റെ മകളാണെന്ന് അവനോട് അസൂയ ഉണ്ടായിരുന്ന സഹപാഠികൾ കണ്ടെത്തുകയും ആ വിവരം ഗുരു ഇപ്മാനെ അറിയിക്കുകയും ചെയ്തു. യാഥാസ്ഥിതികവാദിയായ ഇപ്മാന്റെ അഭിപ്രായത്തിൽ കുങ്ഫു ചൈനക്കാർ മാത്രം അഭ്യസിക്കേണ്ട കലയാണ്. പാശ്ചാത്യർ അതുമായി ബന്ധപ്പെടുന്നതിന് അദ്ദേഹം രൂക്ഷമായി എതിർത്തിരുന്നു. അതിനാൽ ബ്രൂസിനെ വിങ് ചുൻ കുങ്ഫു ശൈലി പരിശീലിപ്പിക്കുന്നത് ഗുരു അവസാനിപ്പിക്കുമെന്നാണ് സഹപാഠികൾ പ്രതീക്ഷിച്ചത്. എന്നാൽ ഇപ്മാൻ ബ്രൂസിന്റെ കഠിന പ്രയത്നത്തെ മാനിച്ചിരുന്നു. തന്റെ ആ പ്രിയ ശിഷ്യന് കൂടുതൽ അറിവ് പകർന്നു നൽകുന്നതിന് അദ്ദേഹം യാതൊരു മടിയും പ്രകടിപ്പിച്ചില്ല. തങ്ങളുടെ പദ്ധതി നടക്കാതായി എന്നറിഞ്ഞതോടെ ബ്രൂസിനൊപ്പം തങ്ങൾ പരിശീലനത്തിലേർപ്പെടാൻ തയ്യാറല്ലെന്നും പരിശീലന കേന്ദ്രം വിട്ടു പോകുന്നതായും അവർ ഇപ്മാനെ അറിയിച്ചു. ശിഷ്യരുടെ ആ തീരുമാനം ഗുരുവിനെ ധർമ്മസങ്കടത്തിലാക്കി. ഇത് മനസ്സിലാക്കിയ ബ്രൂസ് ഏറെ ദുഃഖത്തോടെയെങ്കിലും ഇപ്മാന്റെ കുങ്ഫു കളരിയോട് വിട പറയാൻ തയ്യാറായി. ഗുരു തടഞ്ഞെങ്കിലും ബ്രൂസ് തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. അങ്ങനെ ഉള്ളിലെ ദുഃഖം കടിച്ചമർത്തി 17-കാരൻ ബ്രൂസ് താൻ പരിശീലനത്തിലേർപ്പെട്ടിരുന്ന റെസ്റ്റോറന്റ് വർക്കേഴ്സ് യൂണിയൻ ഹാളിന്റെ പടിക്കെട്ടുകളിറങ്ങി. തുടർന്ന് ഇപ്മാന്റെ ശിഷ്യനായിരുന്ന വോങ് ഷ്യൂങ് ല്യൂജിന്റെ കീഴിൽ ബ്രൂസ് പരിശീലനം ആരംഭിച്ചു. അധികം വൈകും മുമ്പേ അതും നിന്നു. അങ്ങനെ ഇരിക്കെയാണ് 1958 സ്കൂൾ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് അരങ്ങൊരുങ്ങിയത്. ബ്രൂസ് പഠിക്കുന്ന സെന്റ് ഫ്രാൻസിസ് സേവിയർ സ്കൂൾ ഉൾപ്പെടെ 12 സ്കൂളുകൾ മത്സരത്തിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ചാമ്പ്യൻഷിപ്പിനായി മികച്ചൊരു ബോക്സറെ കണ്ടെത്താൻ സെന്റ് ഫ്രാൻസിസ് സേവിയർ സ്കൂളിലെ അധ്യാപകർക്ക് കഴിഞ്ഞില്ല. ഈ അവസരത്തിലാണ് അസാമാന്യ ഊർജവും പ്രസരിപ്പും പ്രകടമാക്കി സ്കൂളിൽ നിറഞ്ഞാടുന്ന ബ്രൂസ് അധ്യാപകനായ ബ്രദർ എഡ്വേർഡിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഏതാനും ആഴ്ചകൾക്ക് ശേഷം ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചു. പൂർണ്ണ ഏകാഗ്രതയോടെയും ലക്ഷ്യബോധത്തോടെയും പൊരുതിയ ബ്രൂസ് പ്രാഥമിക റൗണ്ട് മത്സരങ്ങളിൽ അതിവേഗം ജയിച്ച് ഫൈനലിലെത്തി. 3 എതിരാളികളെയും ആദ്യ റൗണ്ടിൽ തന്നെ നോക്കൌട്ട് ചെയ്തുകൊണ്ടായിരുന്നു ബ്രൂസിന്റെ ഫൈനൽ പ്രവേശം. ഫൈനലിൽ ബ്രൂസിന് നേരിടേണ്ടി വന്നത് ബ്രിട്ടീഷ് വിദ്യാർത്ഥിയായ ഗാരി എൽംസിനെയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വിങ് ചുൻ കുങ്ഫു അഭ്യസിക്കുന്ന ബ്രൂസിന് ഗാരിയുടെ വളഞ്ഞും തിരിഞ്ഞുമുള്ള ഫൈറ്റിംഗ് തുടക്കത്തിൽ തെല്ലൊന്ന് ആശയക്കുഴപ്പത്തിലാക്കി. എങ്കിലും താൻ പരിശീലിച്ച ബ്ലോക്കുകളും കൗണ്ടർ പഞ്ചുകളും ഫലപ്രദമായി പ്രയോഗതലത്തിലെത്തിക്കാൻ ബ്രൂസിന് സാധിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ബ്രൂസ് അസാമാന്യ പാടവം പ്രകടമാക്കുകയായിരുന്നു. 3-ാം റൗണ്ടിൽ ഗാരിയെ നോക്കൌട്ട് ചെയ്ത് ബ്രൂസ് ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കി. ഒരു വെള്ളക്കാരനെ തറ പറ്റിച്ചാണ് താൻ ചാമ്പ്യനായതെന്ന ചിന്ത ബ്രൂസിനെ ഏറെ ആവേശത്തിലാഴ്ത്തി. എന്നാൽ ചാമ്പ്യനായ ബ്രൂസിനോട് മത്സരത്തിൽ പരാജയപ്പെട്ട മറ്റു ബോക്സർമാർ തെരുവിലേറ്റുമുട്ടാൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി സ്വീകരിച്ച് തെരുവിലേറ്റുമുട്ടാൻ ബ്രൂസ് തയ്യാറായി. ബ്രൂസിന് എതിരാളിയായി വന്നതാകട്ടെ ചുങ്ങെന്ന് പേരുള്ള ഒരു കരുത്തനായിരുന്നു. തുടർച്ചയായ സ്ട്രൈറ്റ് പഞ്ചുകളേറ്റ് ചുങ്ങിന്റെ മുഖം വികൃതമായി. ഒടുവിൽ ബ്രൂസ് ചുങ്ങിനെ തറ പറ്റിച്ചു. എന്നാൽ ബ്രൂസിന്റെ ആഹ്ലാദം അധിക സമയം നീണ്ടു നിന്നില്ല. സാരമായി പരിക്കേറ്റ ചുങ്ങിന്റെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി.
അവർ ബ്രൂസിന്റെ അമ്മയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും മകൻ ഇനി മേലാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുകയില്ലെന്ന് ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു. ഈ ഒരു സംഭവം കൂടി ആയതോടെ ഗ്രേസിന്റെ ക്ഷമ നശിച്ചു. നീ കോളേജിലല്ല ജയിലിലാണ് പോകേണ്ടത് എന്ന് പറഞ്ഞ് അവൾ ബ്രൂസിനെ ശകാരിച്ചു. ഇനിയും ബ്രൂസ് ഹോങ്കോങ്ങിൽ തന്നെ തുടർന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അതിനാൽ എത്രയും പെട്ടെന്ന് ബ്രൂസിനെ അവന്റെ ജന്മദേശമായ അമേരിക്കയിലേക്ക് യാത്രയാക്കുന്നതിനെപ്പറ്റി അവർ ആലോചിച്ചു. അമേരിക്കൻ പൗരത്വം സ്വീകരിക്കാനുള്ള കാലയളവ് 18ാം ജന്മദിനത്തിന്റെ അന്ന് അവസാനിക്കുമെന്നതിനാൽ ഉടൻ തന്നെ അത് കൈപ്പറ്റാൻ അവൾ ബ്രൂസിനെ നിർബന്ധിച്ചു. ബ്രൂസിന്റെ പിതാവ് ഹോയിച്ചുവനും അതേ അഭിപ്രായക്കാരനായിരുന്നു. അത് പക്ഷേ ഒരു താക്കീത് ശബ്ദത്തിലാണ് അദ്ദേഹം പ്രകടിപ്പിച്ചതെന്ന് മാത്രം. എന്നാൽ നാട് വിട്ട് ഓടിപ്പോകുന്നതിനെപ്പറ്റി ബ്രൂസിന് ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല. പക്ഷേ പിതാവിന്റെ തുടർച്ചയായ ശാസന നിമിത്തം അമേരിക്കയിലേക്ക് യാത്രയാകാൻ ബ്രൂസ് തീരുമാനിച്ചു. പരദേശവാസത്തിനു മുമ്പ് ബ്രൂസിന് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ടായിരുന്നു. താൻ വിങ്ചുൻ ശൈലിയിൽ പ്രാവീണ്യം നേടിയിട്ടില്ലെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന ബ്രൂസ് കുങ്ഫുവിന്റെ വടക്കൻ ശൈലി അഭ്യസിപ്പിക്കുന്ന അങ്കിൾ സിയുവിന്റെ അടുക്കലെത്തി. തുടർന്ന് അദ്ദേഹത്തെയും കൂട്ടി ഒരു കോഫി ഷോപ്പിൽ കയറിയ ബ്രൂസ് അങ്കിൾ സിയുവിനോടായി ഒരു കാര്യം പറഞ്ഞു. താങ്കൾ എന്നെ വടക്കൻ കുങ്ഫു ശൈലിയിലെ അടവുകൾ അഭ്യസിപ്പിക്കുകയാണെങ്കിൽ ഞാൻ താങ്കളെ ചാച്ചാ നൃത്തം പഠിപ്പിക്കാം. ആ വ്യവസ്ഥ അങ്കിൾ സിയുവിന് സ്വീകാര്യമായിരുന്നു. അമേരിക്കയിലേക്കുള്ള ബ്രൂസിന്റെ യാത്രയ്ക്ക് 1 മാസം മാത്രമാണ് ശേഷിച്ചിരുന്നത്. അതിനുള്ളിൽ എങ്ങനെ പഠിച്ചു തീർക്കുമെന്ന കാര്യത്തിൽ അങ്കിൾ സിയു ആശങ്കാകുലനായി. എന്നാൽ അദ്ദേഹത്തിന്റെ സന്ദേഹങ്ങളെല്ലാം വ്യർത്ഥമായിരുന്നെന്ന് തെളിയിച്ചുകൊണ്ട് 3 അല്ലെങ്കിൽ 4 ആഴ്ച സമയമെടുത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ ബ്രൂസ് വെറും 3 ദിവസം കൊണ്ട് സ്വായത്തമാക്കി. ആ സമയത്തിനുള്ളിൽ അങ്കിൾ സിയുവാകട്ടെ ചാച്ചാ നൃത്തത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പോലും ഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനിടയിലും ബ്രൂസ് ചലച്ചിത്ര അഭിനയം തുടർന്നിരുന്നു. 18 വയസ്സിനുള്ളിൽ ഏകദേശം 20 സിനിമകളിലാണ് ബ്രൂസ് പ്രത്യക്ഷപ്പെട്ടത്. 1959 ഏപ്രിൽ മാസത്തെ ഒരു പ്രഭാതം അമേരിക്കൻ പ്രസിഡന്റ് ലയൺസിന്റെ കപ്പലിൽ ബ്രൂസ് ലീ തന്റെ ജന്മദേശമായ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് യാത്രയായി. അമ്മ നൽകിയ $100 പിതാവ് നൽകിയ $15 കയ്യിൽ കരുതിയായിരുന്നു ബ്രൂസിന്റെ യാത്ര. ഒരു 3rd ക്ലാസ് യാത്രികനായിട്ടാണ് ബുക്ക് ചെയ്തിരുന്നെങ്കിലും യാത്രയിലുടനീളം ബ്രൂസ് ഫസ്റ്റ് ക്ലാസ്സിലായിരുന്നു. അവിടെയുണ്ടായിരുന്ന യാത്രികരെ നൃത്തച്ചൂടുകൾ പഠിപ്പിച്ച് ബ്രൂസ് സമയം നീക്കി. ഒരു നാൾ നൃത്തം അഭ്യസിപ്പിക്കലിനു ശേഷം തിരികെ തന്റെ ക്യാബിനിലെത്തി ബാഗ് പരിശോധിച്ച ബ്രൂസ് സ്തബ്ധനായി. തന്റെ കയ്യിൽ ആകെയുണ്ടായിരുന്ന $115 അപ്രത്യക്ഷമായിരിക്കുന്നു. എന്തു ചെയ്യണമെന്ന് ബ്രൂസിന് ഒരെത്തും പിടിയും കിട്ടിയില്ല. യാത്രക്കിടയിൽ പരിചയപ്പെട്ട ഏതാനും ആളുകളുടെ സഹകരണത്തോടെയായി പിന്നീടുള്ള കപ്പൽ ജീവിതം. ഒടുവിൽ ശാന്തസമുദ്രത്തിന് കുറുകെ 3 വാരം നീണ്ടുനിന്ന ആ യാത്രയ്ക്ക് സാൻ ഫ്രാൻസിസ്കോയിൽ അന്ത്യമായി. അങ്ങനെ ജന്മദേശത്തേക്ക് ബ്രൂസ് മടങ്ങിയെത്തി. പിതാവിന്റെ ഒരു സുഹൃത്തിനൊപ്പമായിരുന്നു പിന്നീടുള്ള ബ്രൂസിന്റെ ദിനങ്ങൾ. എന്നാൽ സാൻ ഫ്രാൻസിസ്കോയിൽ അധിക കാലം ബ്രൂസ് താമസിച്ചില്ല. ബ്രൂസിന്റെ അമ്മയുടെ സിയാറ്റിലുള്ള കുടുംബ സുഹൃത്തിന്റെ വീട്ടിലേക്ക് ബ്രൂസ് പോയി. ബ്രൂസിനെ തന്റെ റെസ്റ്റോറന്റിലെ വെയിറ്ററായി അവർ നിയമിച്ചു. ആ ബിൽഡിംഗിന്റെ 3ാം നിലയിൽ തീരെ ചെറിയൊരു മുറി അവന് താമസിക്കാനായി നൽകുകയും ചെയ്തു. റെസ്റ്റോറന്റിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ തുകയ്ക്ക് പുറമെ പത്രങ്ങൾക്കൊപ്പം നോട്ടീസ് വെച്ച് നൽകുന്നത് പോലുള്ള ചെറിയ ജോലികൾ ചെയ്തും ബ്രൂസ് പണം സമ്പാദിച്ചു. രാത്രിയിൽ റെസ്റ്റോറന്റ് ജോലിയും പകൽ പഠനവുമായി ബ്രൂസ് തന്റെ ദിനങ്ങൾ തള്ളി നീക്കി. അധികം വൈകും മുമ്പേ എഡിസൺ ടെക്നിക്കൽ ഹൈസ്കൂളിൽ ബ്രൂസ് ചേർന്നു. ഹോങ്കോങ്ങിലായിരുന്നപ്പോൾ പഠിത്തത്തിൽ താൻ ഉഴപ്പിയത് അബദ്ധമായി പോയി എന്ന ചിന്ത അപ്പോഴേക്കും ബ്രൂസിന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. അതോടെ അത്യുത്സാഹത്തോടെ ബ്രൂസ് പഠനം ആസ്വാദ്യകരമാക്കി മാറ്റി. ഇതിനിടയിലും കുങ്ഫു പരിശീലനം ബ്രൂസ് മുടക്കിയില്ല. ഹോങ്കോങ്ങിൽ നിന്നും വരുത്തിച്ച മരപ്രതിമയുപയോഗിച്ചായിരുന്നു ബ്രൂസിന്റെ നിത്യപരിശീലനം. ചൈനീസ് കുങ്ഫു പരിശീലിക്കുന്നതിനായി തടിയിൽ നിർമ്മിച്ച ആ ഡമ്മിക്ക് മൂങ് ജോങ് എന്നാണ് പേര്. പക്ഷേ ആ തടി ഡമ്മിക്ക് ബ്രൂസ് നൽകിയ വിശേഷണം ബോധിധർമ്മ എന്നാണ്. അങ്ങനെ ഇരിക്കെയാണ് സിയാറ്റിലിൽ വർഷാവർഷം നടക്കാറുള്ള ഏഷ്യൻ കൾച്ചർ ഡേക്ക് അരങ്ങൊരുങ്ങിയത്. പരിപാടിക്കിടെ കുങ്ഫു അവതരണം നടത്താനായി എഡിസൺ സ്കൂൾ അധികൃതർ ബ്രൂസിനെ നിർബന്ധിച്ചു. ഇതിനോടകം തന്നെ ബ്രൂസിന്റെ പോരാട്ട വീര്യവും ആയോധന കലയിലെ ഗ്രാഹ്യവും അവർ മനസ്സിലാക്കിയിരുന്നു. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ബ്രൂസ് വേദിയിലെത്തി. ചൈനയിൽ വലിയ രഹസ്യമായി കരുതുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വീക്ഷിക്കാൻ പോകുന്നത് എന്ന ആമുഖത്തോടെയാണ് ബ്രൂസ് തന്റെ പ്രകടനം ആരംഭിച്ചത്. സിയാറ്റിൽ നടന്ന ഏഷ്യൻ കൾച്ചർ ഡേയിലെ കുങ്ഫു പ്രകടനം കൂടി ആയതോടെ നാടെങ്ങും ബ്രൂസ് അറിയപ്പെടാൻ തുടങ്ങി.
കൂടുതൽ ആളുകൾ ബ്രൂസിൽ നിന്നും ശിഷ്യത്വം സ്വീകരിക്കാൻ മുന്നോട്ട് വന്നു. താൻ ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിനോട് ചേർന്നുള്ള പാർക്കിംഗ് ഏരിയ ബ്രൂസ് കുങ്ഫു പരിശീലന കേന്ദ്രമാക്കി മാറ്റി. ജോലിക്ക് ശേഷമുള്ള സമയത്തായിരുന്നു ബ്രൂസ് തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചിരുന്നത്. താൻ അറിഞ്ഞ പാഠങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും വ്യത്യസ്തങ്ങളായ ചലന രീതികൾ രൂപപ്പെടുത്തിയെടുക്കാനും ബ്രൂസ് സമയം കണ്ടെത്തി. അക്ഷമനായ അധ്യാപകനായിരുന്നു ബ്രൂസ് ലീ. ഓരോ അടവും ഒന്നല്ലെങ്കിൽ 2 തവണയെ കാണിച്ചിരുന്നുള്ളൂ. അതിനുള്ളിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൗർഭാഗ്യമെന്ന് കരുതിയാൽ മതി. ശിഷ്യരുടെ ആവശ്യപ്രകാരം അടവുകൾ ആവർത്തിക്കാൻ ബ്രൂസ് ഒരിക്കലും തയ്യാറായില്ല. തനിക്ക് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവർക്കും അത് ചെയ്തുകൂടാ എന്ന മറുചോദ്യമാണ് ബ്രൂസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. ബ്രൂസിന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് യൂണിവേഴ്സിറ്റിയിലെ ഏതാനും സഹപാഠികൾ ശിഷ്യത്വം സ്വീകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. അതോടെ അനുദിനം ശിഷ്യഗണത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു. ഒരിക്കലും താൻ ആയോധന കലയിൽ പരിപൂർണ ജ്ഞാനിയായ ഒരു ഗുരുവാണ് എന്ന ഭാവത്തിലായിരുന്നില്ല ബ്രൂസ് ശിഷ്യരോട് പെരുമാറിയിരുന്നത്. ബ്രൂസ് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞു: ഞാനും നിങ്ങളെപ്പോലെ പരിശീലിക്കുകയാണ്, അതുവഴി പുതിയ പാഠങ്ങൾ ഗ്രഹിക്കാനും ശ്രമിക്കുന്നു. തൻ്റെ ഗുരുവായ ഇപ്മാൻ പിന്തുടർന്നിരുന്ന പരമ്പരാഗത അധ്യാപന ശൈലിയായിരുന്നില്ല ബ്രൂസിൻ്റേത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ അറിവുകൾ പകർന്നു നൽകാൻ ബ്രൂസ് പരിശ്രമിച്ചു. അങ്ങനെയിരിക്കെയാണ് ഉയേച്ചി എന്നു പേരുള്ള ഒരു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് വിദ്യാർത്ഥി ബ്രൂസിനെതിരെ രംഗത്ത് വന്നത്. ബ്രൂസ് കരാട്ടയെ താഴ്ത്തിക്കെട്ടാൻ ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് അയാൾ പരസ്യമായി ആരോപിച്ചു. എഡിസൺ ടെക്നിക്കൽ ഹൈസ്കൂളിൽ സഹപാഠിയായിരുന്ന ഉയേച്ചി ബ്രൂസ് ഒരു പൊതുവേദിയിൽ നടത്തിയ കുങ്ഫു അവതരണത്തിനിടെയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. എന്നാൽ എല്ലാ ആയോധന കലകൾക്കും അതിൻ്റേതായ ചരിത്രവും സവിശേഷതകളും പ്രാധാന്യവുമുണ്ടെന്നും താൻ ഒരിക്കലും ഒരു ശൈലിയെയും മികഴ്ത്തി സംസാരിച്ചിട്ടില്ലെന്നും ബ്രൂസ് തുറന്നു പറഞ്ഞു. തൻ്റെ ലക്ഷ്യവും ഉത്തരവാദിത്വവും താൻ സ്വീകരിച്ചിരിക്കുന്ന ആയോധന ശൈലിയുടെ പ്രചാരണവും ഉന്നമനവുമാണെന്ന് ബ്രൂസ് കൂട്ടിച്ചേർത്തു. എന്നാൽ ഉയേച്ചി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. തൻ്റെ ആരോപണത്തിൽ അയാൾ ഉറച്ചുനിന്നു. എങ്കിൽ ഏതു ശൈലിയാണ് മഹത്തരമെന്ന് തെളിയിക്കാൻ നാം ഇരുവരും അതാതു ശൈലിയിൽ തന്നെ ഏറ്റുമുട്ടേണ്ടത് അനിവാര്യമാണെന്ന് ബ്രൂസ് പ്രഖ്യാപിച്ചു. കുങ്ഫു ശൈലിയിൽ ബ്രൂസ് ചലിച്ചു. പ്രതിരോധത്തിന് ഉതകും വിധം കരാട്ട ശൈലിയിൽ ഉയേച്ചിയും. ബ്രൂസിന്റെ വയറിനു നേർക്ക് ഉയേച്ചി തൊഴിച്ചതോടെ പോരാട്ടം രൂക്ഷമായി. അതിനു മറുപടിയായി ബ്രൂസ് ഒരു തൊഴിയും തുടർച്ചയായ പ്രഹരങ്ങളും എതിരാളിക്കുമേൽ പ്രയോഗിച്ചു. ബ്രൂസിനെതിരെ ഒന്ന് കൈ ഉയർത്താൻ പോലുമുള്ള സാവകാശം ഉയേച്ചിക്ക് ലഭിച്ചില്ല. അബോധാവസ്ഥയിലായ അയാൾ നിലം പതിച്ചു. ആഴ്ചകൾ നീണ്ട വൈദ്യചികിത്സയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ ഉയേച്ചി താനൊരു കാറപടത്തിൽപ്പെട്ടു എന്നാണ് സുഹൃത്തുക്കളോട് പറഞ്ഞത്. ഈ വിവരം ബ്രൂസും അറിഞ്ഞു. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നായിരുന്നു ബ്രൂസിന്റെ അഭിപ്രായം. പിൽക്കാലത്ത് ഉയേച്ചി ബ്രൂസ്ലിയുടെ ശിഷ്യനാകുകയും ചെയ്തു. ഈ സംഭവത്തോടുകൂടി നിരന്തര പരിശീലനത്തിലൂടെ മാത്രം പഠിച്ചെടുക്കാൻ കഴിയുന്ന കുങ്ഫുവിന്റെ മാഹാത്മ്യം നിരവധി ആളുകൾ തിരിച്ചറിഞ്ഞു. കുങ്ഫുവിന്റെ പ്രചരണാർത്ഥം സിയാറ്റിലെങ്ങും പ്രദർശനങ്ങൾ നടത്തുക ബ്രൂസ് ഒരു ശീലമാക്കി. ആ 22 വയസ്സുകാരൻ്റെ അനിതര സാധാരണമായ ആയോധനാ വൈഭവം കണ്ട് ആളുകൾ അമ്പരന്നു. അങ്ങനെയിരിക്കെ ഒരു ഞായറാഴ്ച സിയാറ്റിലെ ചൈന ടൗണിൽ ബ്രൂസ് പരിശീലനം നടത്തുന്ന സ്ഥലത്തേക്ക് ഒരു യുവതി എത്തി. വശ്യമായ രൂപലാവണ്യവും നിറപുഞ്ചിരിയും കൈമുതലായുള്ള ഒരു 18കാരി, ലിൻഡ എമറി. യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടണിൽ വിദ്യാർത്ഥിനിയായിരുന്ന അവൾ സുഹൃത്ത് സ്യൂ ആൻ ഖൈയുടെ നിർദ്ദേശത്തെ തുടർന്ന് കുങ്ഫു പഠിക്കാൻ എത്തിയതായിരുന്നു. ആദ്യ കണ്ടുമുട്ടലിൽ തന്നെ ലിൻഡയിൽ എന്തോ ഒരു പ്രത്യേകതയുള്ളതായി ബ്രൂസിന് തോന്നി. എങ്കിലും തൻ്റെ മറ്റെല്ലാ ശിഷ്യരോടും എന്നതുപോലെയാണ് ബ്രൂസ് അവളോടും പെരുമാറിയത്. പരിശീലനത്തിനിടെ ബ്രൂസിന്റെ അത്ഭുതപ്പെടുത്തുന്ന മെയ് വഴക്കവും കരചലനങ്ങളുടെ വേഗതയും ലിൻഡ ഇമവെട്ടാതെ നോക്കി നിന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ബ്രൂസിനെ പറ്റി ലിൻഡ മനസ്സിലാക്കിയിരുന്നു. ചൈനീസ് തത്വജ്ഞാനം പഠിപ്പിക്കാൻ പ്രശസ്തമായ ഗാർഫീൽഡ് സ്കൂളിൽ ബ്രൂസ് എത്തിയപ്പോഴായിരുന്നു അവൾ ആദ്യമായി ബ്രൂസിനെ നേരിൽ കണ്ടത്. അന്ന് തൻ്റെ സുഹൃത്തിൽ നിന്നും ബ്രൂസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അവൾ ചോദിച്ച് മനസ്സിലാക്കി. ശിഷ്യരിൽ ഏറ്റവും മുതിർന്ന ആളായ ടഗോക്കി കിമ്ര ഒരുനാൾ ബ്രൂസിന് മുമ്പിൽ ഒരാശയം അവതരിപ്പിച്ചു. തങ്ങൾക്കെല്ലാം ഒത്തുചേരാനും ഒരുമിച്ച് പരിശീലനം നടത്താനും സ്ഥിരമായൊരിടം വേണം. അത് വളരെ അനിവാര്യമായി തീർന്നിരിക്കുന്നുവെന്ന് അദ്ദേഹം ബ്രൂസിനെ ഓർമ്മപ്പെടുത്തി. ഓരോ വിദ്യാർത്ഥിയും ഏകദേശം $4 വീതം ആഴ്ചയിൽ നൽകിയാൽ വാടക കൊടുക്കുന്നതിനും മിച്ചം തുക ബ്രൂസിന്റെ ജീവിത ചെലവിനും ഉപകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ വാക്കുകൾ ബ്രൂസിനെ ആവേശത്തിലാഴ്ത്തി.
തുടർന്ന് സ്വന്തമായി ഒരു കുംഫു കളരി ആരംഭിക്കുന്നതിനെ പറ്റിയായി ബ്രൂസിന്റെ ചിന്ത. ഒടുവിൽ 1963 ഒക്ടോബറിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് വളരെ അകലെയല്ലാതെ തന്നെ 475 നോട്ട് യൂണിവേഴ്സിറ്റിക്ക് അരികിൽ അനുയോജ്യമായൊരിടം ബ്രൂസ് കണ്ടെത്തി. തുടർന്ന് കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നടന്നു. താൻ ആരംഭിക്കാൻ പോകുന്ന കുംഫു സ്കൂളിന് തൻ്റെ തന്നെ പേര് ചേർത്ത് ജൂൻഫാൻ ഗുംഫു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ബ്രൂസ് വിളിച്ചു. കുംഫുവിന് പകരം കാൻഡനീസ് ഭാഷയിലെ ഗുംഫു എന്ന പദം ഉപയോഗിക്കാനായിരുന്നു എല്ലായ്പ്പോഴും ബ്രൂസ് താൽപ്പര്യം കാണിച്ചത്. അപ്പോഴേക്കും ബ്രൂസിനും ലിൻഡയ്ക്കുമിടയിൽ ഗാഢമായൊരു പ്രണയബന്ധം ഉരുത്തിരിഞ്ഞിരുന്നു. ചൈനീസ് ഫിലോസഫിയിൽ ഗസ്റ്റ് ലെക്ചർ നടത്താൻ ബ്രൂസ് സ്ഥിരമായി ഗാർഫീൽഡ് ഹൈസ്കൂളിൽ പോയിരുന്നു. ഇത്തരത്തിലൊരു ക്ലാസ്സിനിടയിലാണ് ബ്രൂസ് 1 ഇഞ്ച് പഞ്ച് എന്നൊരു സവിശേഷമായ പഞ്ച് ആദ്യമായി അവതരിപ്പിച്ചത്. വെറും 1 ഇഞ്ച് അകലത്തിൽ നിന്നുകൊണ്ട് എതിരാളിക്കുമേൽ കനത്ത പ്രഹരമേൽപ്പിക്കുന്ന മാരക ശക്തിയുള്ള പഞ്ചാണത്. ഈ പഞ്ചിലൂടെ കണ്ണടച്ച് തുറക്കും മുമ്പ് എതിരാളിയെ തറപറ്റിക്കാമെന്ന് ബ്രൂസ് തെളിയിച്ചു. ആ പ്രകടനത്തിന് ഏറെ പ്രശംസ നേടാനുമായി. ഒട്ടുമിക്ക തെക്കൻ ചൈനീസ് ആയോധന കലകളിലും ഉപയോഗിക്കുന്ന ശക്തിയേറിയ പ്രഹരമാണ് 1 ഇഞ്ച് പഞ്ച്. വളരെ അടുത്തു നിന്നുകൊണ്ട് ചെയ്യുന്ന കൈകൾ കൊണ്ടുള്ള അടവുകൾക്കാണ് ഈ ആയോധന കലകളിൽ പ്രാധാന്യം എന്നത് തന്നെ അതിനു കാരണം. എന്നാൽ വടക്കൻ ശൈലിയിലാകട്ടെ അകലത്തിൽ നിന്നുകൊണ്ട് കാലുകൾ ഉപയോഗിച്ച് തൊഴിക്കുന്നതിനാണ് മുൻഗണന. തെക്കൻ ആയോധന ശൈലിയിൽ മുഖാമുഖം മുട്ടിയില എന്ന നിലയിൽ നിന്ന് പോരാടുമ്പോൾ കാലതാമസം വരുത്താതെ പ്രതിയോഗിയെ നിഷ്ക്രിയനാക്കേണ്ടത് അനിവാര്യമായതിനാൽ രൂപം കൊണ്ടതാണ് 1 ഇഞ്ച് പഞ്ച്. അധികം വൈകും മുമ്പേ ബ്രൂസിന്റെ ഉള്ളിൽ പുതിയൊരു പദ്ധതി ഉരുത്തിരിഞ്ഞു. താൻ തുടക്കമിട്ട ജൂൻഫാൻ ഗുംഫു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ശാഖ കാലിഫോർണിയയിലെ ഓക്ലാൻഡിൽ ആരംഭിക്കുക. ഓക്ലാൻഡിൽ കുംഫു ടീച്ചറായ ജെയിംസ് ലീ ബ്രൂസിന്റെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. വ്യക്തമായ മുന്നൊരുക്കങ്ങൾക്കൊടുവിൽ ജൂൺ അവസാനം കാലിഫോർണിയയിലെ ഓക്ലാൻഡിൽ ജൂൻഫാൻ കുംഫു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശാഖ പ്രവർത്തനം ആരംഭിച്ചു. ഇത്തവണയും ബ്രൂസിന്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. കുംഫുവിലും ബ്രൂസിന്റെ അസാമാന്യ പാടവത്തിലും ആകൃഷ്ടരായി നിരവധി യുവാക്കൾ അനുദിനം അവിടേക്ക് എത്തിക്കൊണ്ടിരുന്നു. അനിതര സാധാരണ ആയോധന വൈഭവം കൊണ്ട് കാലിഫോർണിയയിലെ ഓക്ലാൻഡ് നിവാസികളെ ത്രസിപ്പിക്കാൻ ബ്രൂസിലിക്ക് സാധിച്ചു. അമേരിക്കൻ കെൻപോ കരാട്ടയുടെ പിതാവ് എന്നറിയപ്പെടുന്ന എഡ് പാർക്കർ അണിയിച്ചൊരുക്കിയ ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ബ്രൂസ് നടത്തിയ പ്രകടനം നിരവധി ആളുകളെ കുംഫുവിലേക്ക് ആകർഷിക്കാൻ പോന്നതായിരുന്നു. അതോടെ ബ്രൂസിന്റെ കുംഫു സ്കൂളിലേക്ക് അനുദിനം പുതിയ വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങി. 1964 ഓഗസ്റ്റ് 17-ാം തീയതി 24 വയസ്സുകാരൻ ബ്രൂസിലിയും 19 വയസ്സുകാരി ലിൻഡ എമറിയും സിയാറ്റിലിലെ കോൺഗ്രിഗേഷണൽ ദേവാലയത്തിൽ വെച്ച് വിവാഹിതരായി. ലിൻഡയുടെ ബന്ധുക്കളല്ലാതെ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ഒരേ ഒരു വ്യക്തി ബ്രൂസിന്റെ അടുത്ത സുഹൃത്തായ ടഗോക്കി കിമുറയാണ്. വിവാഹശേഷം അധികം വൈകും മുമ്പേ ബ്രൂസും ലിൻഡയും ഓക്ലാൻഡിലുള്ള ജെയിംസ് ലീയുടെ ഭവനത്തിലേക്ക് താമസം മാറ്റി. ബ്രൂസുമായുള്ള സമ്പർക്കം ജെയിംസിന്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്തി. ബ്രൂസ് ഒരിക്കലും കുംഫുവിലെ പരിപൂർണ അനുഷ്ഠാനങ്ങളെ അനുധാവനം ചെയ്തായിരുന്നില്ല ശിഷ്യരെ അഭ്യസിപ്പിച്ചിരുന്നത്. അപ്രതീക്ഷിത സന്ദർഭങ്ങളിൽ എപ്രകാരം സ്വയരക്ഷ നേടാമെന്ന് പ്രായോഗികമായി തന്നെ ബ്രൂസ് പഠിപ്പിച്ചു. ഓക്ലാൻഡിലെ ബ്രോഡ്വേയിലുള്ള ജൂൻഫാൻ കുംഫു ഇൻസ്റ്റിറ്റ്യൂട്ടിന് നേതൃത്വം നൽകിയിരുന്നത് അവരിരുവരും ചേർന്നാണ്. ഒരിക്കലും ലാഭം കൊയ്യാനുള്ള ഒരു സംരംഭം എന്ന നിലയിലായിരുന്നില്ല ബ്രൂസ് കുംഫു ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങിയത്. ബ്രൂസിന് വേണ്ടിയിരുന്നത് കഴിവും ആത്മാർത്ഥതയുമുള്ള വിദ്യാർത്ഥികളെയായിരുന്നു. മറിച്ച് ഒരു രാത്രി കൊണ്ട് മാസ്റ്ററാകാമെന്ന് കരുതിയെത്തുന്ന വ്യാമോഹികളെ ആയിരുന്നില്ല. തൻ്റെ ഓരോ ശിഷ്യരുടെയും ശാരീരിക ഗുണങ്ങളും ദോഷങ്ങളും വൈകാരിക നിലയും നേരിട്ടറിയാൻ ബ്രൂസ് ബദ്ധശ്രദ്ധനായിരുന്നു. അതിനനുസരിച്ച് പ്രത്യേക പരിഗണന ആവശ്യമുള്ളവർക്ക് അത് നൽകുക തന്നെ ചെയ്തു. പലരും വ്യത്യസ്തങ്ങളായ ഉദ്ദേശത്തോടെയാണ് ബ്രൂസിൽ നിന്നും ശിഷ്യത്വം സ്വീകരിച്ചത്. ബ്രൂസിന്റെ അഭിപ്രായത്തിൽ കേവലമായ സാങ്കേതിക പരിജ്ഞാനം കുംഫുവിന്റെ വെറും തുടക്കം മാത്രമാണ്. ഈ ആയോധനാകലയിൽ പ്രാവീണ്യം നേടണമെങ്കിൽ അതിൻ്റെ ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങണം. അതിനാൽ തന്നെ ഒരാചാരമെന്ന നിലയിൽ ഓരോ അടവുകളും ഒന്നിനു പിറകെ ഒന്ന് എന്ന രീതിയിൽ പഠിപ്പിച്ച് നൽകുകയല്ല ബ്രൂസ് ചെയ്തത്. തൻ്റെ ശിഷ്യർ എല്ലായ്പ്പോഴും ജാഗരൂകരായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ ബ്രൂസ് ബോധപൂർവം സൃഷ്ടിച്ചു. അത്തരം പ്രതിസന്ധികളെ എപ്രകാരം ഫലപ്രദമായി നേരിടാമെന്ന് ബ്രൂസ് അവർക്ക് വിവരിച്ചു നൽകുകയും ചെയ്തു.
അനുഭവങ്ങളാണ് ഉത്തമ ഗുരുവെന്ന കാഴ്ചപ്പാടിലൂന്നിയായിരുന്നു ബ്രൂസിന്റെ പരിശീലിപ്പിക്കൽ. 1964 ഡിസംബർ 3-ാം വാരം സാൻ ഫ്രാൻസിസ്കോ ചൈന ടൗണിലെ തലമുതിർന്ന ആളുകൾ ബ്രൂസ് ഏഷ്യൻ വംശജരല്ലാത്തവരെ കുങ്ഫു പരിശീലിപ്പിക്കുന്നതിൽ തങ്ങൾ അതൃപ്തരാണെന്നും ഉടൻ തന്നെ അത് അവസാനിപ്പിക്കണമെന്നും അറിയിച്ചു. ആ വാദം അംഗീകരിക്കാൻ ബ്രൂസ് തയ്യാറായില്ല. വെള്ളക്കാരും നമ്മെപ്പോലെ വികാരങ്ങളും അണിരക്തവുമുള്ള മനുഷ്യരാണ്. അവർ നമ്മുടെ ശത്രുക്കളല്ല, സഹോദരങ്ങളാണ്. ബ്രൂസ് തന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കി. അതോടെ ആ ചൈനീസ് മുഖ്യന്മാർ കോപാകുലരായി. ഈ പ്രശ്നത്തിന് ഒരു സംഘട്ടനത്തിലൂടെ തീർപ്പ് കൽപ്പിക്കാമെന്ന് അവർ തീരുമാനിച്ചു. ബ്രൂസും വോങ് ജാക്മാനും തമ്മിൽ ഒരു ഫൈറ്റിംഗ് നടത്താൻ അവർ തീരുമാനിച്ചു. ഒരു കാര്യം അവർ പ്രത്യേകം പറഞ്ഞു: തോൽക്കുന്ന ആൾ തന്റെ കുങ്ഫു വിദ്യാലയം അടച്ചു പൂട്ടണമെന്ന്. ഒടുവിൽ ഫൈറ്റിംഗ് ദിനം വന്നണഞ്ഞു. ബ്രൂസിലിയും വോങ് ജാക്മാനും തമ്മിലുള്ള പോരാട്ടം ആരംഭിച്ചു. ബ്രൂസിന്റെ തുടർച്ചയായ സ്ട്രൈറ്റ് പഞ്ചുകൾക്ക് മുൻപിൽ ജാക്മാൻ പകച്ചുപോയി. എങ്കിലും ബ്രൂസിന് മേൽ കനത്ത പ്രഹരങ്ങൾ ഏൽപ്പിക്കാൻ അയാൾക്ക് സാധിച്ചു. അപ്പോഴും തളരാതെ എതിരാളിയെ കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിൽ തന്നെ ബ്രൂസ് തുടർന്നു. പോരാട്ടം മുറുകുന്തോറും ബ്രൂസിന്റെ ആവേശവും ഊർജവും വർദ്ധിച്ചു. അവശനായി മാറിയ ജാക്മാൻ ഏറ്റുമുട്ടൽ പാതി വഴിയിൽ നിർത്താൻ അഭ്യർത്ഥിച്ചു. ബ്രൂസ് നിർത്താതെ ജാക്മാനെ ഇടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ താൻ തോൽവി സമ്മതിക്കുന്നുവെന്നും പോരാട്ടം നിർത്തണമെന്നുമുള്ള ജാക്മാന്റെ ദീനരോധനമുയർന്നതോടെ ബ്രൂസ് ശാന്തനായി. അങ്ങനെ വോങ് ജാക്മാനെ തല്ലി തോൽപ്പിച്ച് തന്റെ കഴിവിനെ ചോദ്യം ചെയ്തവർക്കും അന്യവംശജരെ കുങ്ഫു പഠിപ്പിക്കരുതെന്ന് നിർദ്ദേശിച്ച ആളുകൾക്കും ബ്രൂസ് വ്യക്തമായ മറുപടി നൽകി. എന്നാൽ ആ വിജയത്തിൽ ബ്രൂസ് സംതൃപ്തനായിരുന്നില്ല. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ജാക്മാനെ തോൽപ്പിക്കാൻ തന്നെ കൊണ്ട് കഴിയുമെന്നായിരുന്നു ഫൈറ്റിന് മുൻപ് ബ്രൂസിന്റെ വിശ്വാസം. എന്നാൽ പോരാട്ടം 3 മിനിറ്റ് നീണ്ടുനിന്നു. അധികം വൈകും മുമ്പേ 1965 ഫെബ്രുവരി 1-ാം തീയതി ബ്രൂസ് ലിൻഡ ദമ്പതികളുടെ ആദ്യ കുഞ്ഞ് ജനിച്ചു. ബ്രാൻഡൻ ബ്രൂസിലി എന്നാണ് ബ്രൂസ് തന്റെ പുത്രന് നൽകിയ പേര്. അതോടെ ബ്രൂസിന്റെ ദിനങ്ങൾ കൂടുതൽ ആഘോഷപൂർണമായി. ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ബ്രൂസ് നടത്തിയ പ്രകടനം കണ്ട് വില്യം ഡൊസയർ താൻ തുടങ്ങാൻ പോകുന്ന ഒരു സീരീസിൽ ബ്രൂസിന് ഒരു വേഷം നൽകി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബ്രൂസിന്റെ ഭവനത്തിൽ ഒരു ഫോൺ കോൾ എത്തി. ഫോൺ എടുത്ത ബ്രൂസ് ഒരു അപ്രതീക്ഷിത വാർത്ത കേട്ട് ഞെട്ടിത്തരിച്ചു. തന്റെ പിതാവ് ലീ ഹോയ് ചുവൻ അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു അത്. ബ്രൂസിലി ഹോങ്കോങ്ങിലെത്തി. 2 ആഴ്ച തന്റെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമൊപ്പം ചെലവഴിച്ചതിനു ശേഷം ബ്രൂസ് തിരികെ അമേരിക്കയിൽ വന്നു. തുടർന്ന് ഇത് ഗ്രീൻ ഹോർണറ്റ് എന്ന പരമ്പരയിൽ ബ്രൂസ് അഭിനയിച്ചു. 1966 സെപ്റ്റംബർ 9-ന് ഗ്രീൻ ഹോർണറ്റിന്റെ ആദ്യ എപ്പിസോഡ് സംപ്രേഷണം ചെയ്യപ്പെട്ടു. ബ്രൂസിലി എന്ന താരത്തിന്റെ ഉദയം ദി ഗ്രീൻ ഹോർണറ്റിലൂടെ അമേരിക്ക ദർശിക്കുകയായിരുന്നു. 1967 ജൂലൈ 14-ന് 26 വാരാന്ത്യ എപ്പിസോഡുകൾ കൊണ്ട് പരമ്പര അവസാനിപ്പിച്ചു. എന്നിരുന്നാലും ടെലിവിഷൻ ഷോകളിൽ അടിക്കടെ പ്രത്യക്ഷപ്പെട്ട് ബ്രൂസ് വരുമാനം കണ്ടെത്തി. അപ്പോഴും തന്റെ പരിശീലനം അദ്ദേഹം തുടർന്നു. സ്വന്തമായ ഒരു ആയോധന ശൈലി ബ്രൂസ് രൂപപ്പെടുത്തിയെടുത്തു. വോങ് ജാക്മാനുമായുള്ള ഏറ്റുമുട്ടലിന് ശേഷം താൻ പിന്തുടരുന്ന വിൻചുൻ ശൈലിയുടെ കുറവുകളെപ്പറ്റി ബ്രൂസിലി ബോധവാനായി. അതിന്റെ ഫലമാണ് ജീറ്റ് കുണ്ടോ. ഈ പോരാട്ടക്രമത്തിന് ശക്തമായ ഒരു ദാർശനിക അടിത്തറ രൂപപ്പെടുത്തിയെടുക്കാൻ ബ്രൂസിന് സാധിച്ചു. മികച്ച പ്രതിരോധമാണ് ശക്തമായ ആക്രമണം എന്നതായിരുന്നു JKD എന്ന ജീറ്റ് കുണ്ടോയുടെ അടിസ്ഥാന പ്രമാണം. ഇത്തരത്തിൽ താൻ രൂപപ്പെടുത്തിയെടുത്ത ജീറ്റ് കുണ്ടോ പോരാട്ട രീതിക്ക് വ്യക്തമായ ചിട്ടവട്ടങ്ങൾ ബ്രൂസ് തയ്യാറാക്കി. ബ്രൂസിലി എന്ന 27-കാരൻ ഒരു ആയോധനകലാ ആചാര്യനായി മാറുകയായിരുന്നു. ഇതിനോടകം തന്നെ ബ്രൂസിന്റെ ശിഷ്യഗണത്തിൽ സെലിബ്രിറ്റികളുടെ എണ്ണവും ഏറിയിരുന്നു. ഏതാനും ചലച്ചിത്രങ്ങൾക്ക് ബ്രൂസിലി ഫൈറ്റിംഗ് രംഗങ്ങൾ കൊറിയോഗ്രാഫി ചെയ്തിരുന്നു. എങ്കിലും കുങ്ഫു പഠിപ്പിക്കുന്നതായിരുന്നു ബ്രൂസിന്റെ വരുമാനം. ഒരു ദിവസം രാവിലെ പരിശീലനത്തിലേർപ്പെട്ടിരിക്കുകയായിരുന്ന ബ്രൂസിന് അസഹനീയമായ പുറംവേദന അനുഭവപ്പെട്ടു. ശരീരം കത്തികൊണ്ട് കുത്തിപ്പിളർക്കുന്നത് പോലൊരു വേദന. ക്രമേണ അത് ശരീരം മുഴുവനും വ്യാപിച്ചു. വേദന സഹിക്കാൻ വയ്യാതെ ബ്രൂസ് തറയിൽ വീണു. വൈദ്യ പരിശോധനയ്ക്കൊടുവിൽ ഡോക്ടർമാർക്ക് ഒരു കാര്യം മനസ്സിലായി. ബ്രൂസിന്റെ മാംസപേശികൾക്ക് മാരകമായ ക്ഷതം സംഭവിച്ചിരിക്കുന്നു. ശരീരത്തിനേറ്റ പരിക്കിനെ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ബ്രൂസ്. ആഴ്ചകൾക്കുള്ളിൽ തന്നെ ബ്രൂസ് ആരോഗ്യം വീണ്ടെടുത്തു. തുടർന്ന് ബ്രൂസിലി ചിത്രങ്ങൾ ഉയർക്കൊള്ളാൻ തുടങ്ങി. ബ്രൂസിലി നായകനായ ആദ്യ സിനിമ ദി ബിഗ് ബോസ് അതുവരെയുള്ള പ്രാദേശിക ബോക്സ് ഓഫീസ് റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് റിലീസായി ആദ്യ 3 ആഴ്ചകൾ കൊണ്ടുതന്നെ 3 മില്യൺ $HK വാരിക്കൂട്ടിയത്. ഹോങ്കോങ്ങിൽ മാത്രം 875 തവണ ചിത്രം ഓടി.
ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ചൈന ടൗണുകളിലും തായ്ലാന്റ്, മലേഷ്യ, വിയറ്റ്നാം, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലും ചിത്രം വൻ വിജയമായി. അപ്പോഴേക്കും അടുത്ത ചിത്രത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഗോൾഡൻ ഹാർവസ്റ്റുമായി സഹകരിച്ചുകൊണ്ടുള്ള ബ്രൂസിന്റെ രണ്ടാമത്തെ ചിത്രത്തിന് ആദ്യം നൽകിയ പേര് ദി സ്കൂൾ ഫോർ ഷിവാൽറി എന്നാണ്. എന്നാൽ പിന്നീട് ആ പേര് മാറ്റി ഫിസ്റ്റ് ഓഫ് ഫ്യൂറി എന്ന പേര് തിരഞ്ഞെടുത്തു. ബ്രൂസിലിയും ആക്ഷൻ ചിത്രങ്ങളിലൂടെ ലോകം കീഴടക്കിയ ജാക്കി ചാനും ഒരുമിച്ച് അഭിനയിച്ച ആദ്യ ചലച്ചിത്രമാണ് ഫിസ്റ്റ് ഓഫ് ഫ്യൂറി. ഒരു ചരിത്ര വിജയമായി ഫിസ്റ്റ് ഓഫ് ഫ്യൂറി മാറുകയായിരുന്നു. സിനിമാ ചരിത്രത്തിൽ ബ്രൂസിലിയുടെ നാമം വീണ്ടും എഴുതപ്പെട്ടു. അപ്പോഴേക്കും ബ്രൂസിന്റെ ഉള്ളിൽ പുതിയൊരു സ്വപ്നം വിടർന്നിരുന്നു: സ്വന്തമായൊരു സിനിമ സംവിധാനം ചെയ്യുക. അധികം വൈകും മുമ്പേ ബ്രൂസ് തന്റെ മൂന്നാമത്തെ ചിത്രത്തിന്റെ എഴുത്തിൽ ശ്രദ്ധയൂന്നി. ചിത്രത്തിന് ബ്രൂസ് ഒരു പേരുമിട്ടു: ദി വേ ഓഫ് ദി ഡ്രാഗൺ. ബ്രൂസിലി പുതിയ ചിത്രത്തിന്റെ പണിപ്പുരയിലാണെന്ന വാർത്ത ഹോങ്കോങ് ചലച്ചിത്ര ലോകം മുഴുവൻ ചർച്ചാ വിഷയമായി. ഒപ്പം തന്നെ ബ്രൂസിലി എന്ന 32-കാരനെക്കുറിച്ചും അദ്ദേഹം രൂപപ്പെടുത്തിയ ജീറ്റ് കുണ്ടോ എന്ന പോരാട്ട ശൈലിയെക്കുറിച്ചും നിരന്തരം പത്രലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിവേഗമായിരുന്നു ദി വേ ഓഫ് ദി ഡ്രാഗണിന്റെ ചിത്രീകരണം. ഒരു ദിവസം 60 സീനുകൾ വരെ ചിത്രീകരിക്കുകയുണ്ടായി. പക്ഷേ ഫൈറ്റിംഗ് രംഗങ്ങൾ ഏറെ സമയമെടുത്ത് തന്നെയാണ് ബ്രൂസ് ചിട്ടപ്പെടുത്തിയതും ചിത്രീകരിച്ചതും. ഒടുവിൽ 1972 ഡിസംബർ 30-ന് ബ്രൂസിലിയുടെ ആദ്യ സംവിധാന സംരംഭമായ ദി വേ ഓഫ് ദി ഡ്രാഗൺ വെള്ളിത്തിരയിൽ തെളിഞ്ഞു. ഇത്തവണയും ബ്രൂസിന്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. ഹോങ്കോങ് സിനിമാ ചരിത്രത്തിൽ പുതിയ റെക്കോർഡ് എഴുതി ചേർക്കാൻ ദി വേ ഓഫ് ദി ഡ്രാഗണ് സാധിച്ചു. ദി ബിഗ് ബോസിനും ഫിസ്റ്റ് ഓഫ് ഫ്യൂറിക്കും പിന്നാലെ ദി വേ ഓഫ് ദി ഡ്രാഗണും പ്രേക്ഷകർ നെഞ്ചോട് ചേർത്തതോടെ ബ്രൂസിലി എന്ന ആയോധനാ കലാകാരനായ നായകനെ ലോകം അത്ഭുതത്തോടെ ഉറ്റുനോക്കാൻ തുടങ്ങി. ആദ്യ 3 ആഴ്ചകൾ കൊണ്ട് തന്നെ $5.5 മില്യൺ വേ ഓഫ് ദി ഡ്രാഗൺ വാരിക്കൂട്ടിയത്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന്റെയും അക്ഷീണ പ്രയത്നത്തിന്റെയും ഫലമായിരുന്നു ബ്രൂസിന് ലഭിച്ച ആ താരപദവി. ഈ വിധം പ്രശസ്തിയിലേക്ക് താൻ ഉയരുന്നതിന് കാരണമായ മഹത്തായ ആയോധന കലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടർന്ന് കഴിയുമോ എന്ന ചിന്തയിൽ ബ്രൂസിനെ അലട്ടി. എങ്കിലും ദൈനംദിന പരിശീലനം ബ്രൂസ് മുടങ്ങാതെ തുടർന്നു. നായകനായ മൂന്നാമത് ചിത്രവും വൻ വിജയമായതോടെ കൂടുതൽ നിർമ്മാതാക്കൾ സ്വപ്നതുല്യമായ പ്രതിഫലവും വാഗ്ദാനങ്ങളുമായി ബ്രൂസിനെ സമീപിക്കാൻ തുടങ്ങി. എന്നാൽ താൻ പ്രാവീണ്യം തെളിയിച്ച ആയോധന കലയെ വലിയ തോതിൽ വിൽപ്പന ചരക്കാക്കാൻ ബ്രൂസ് ഒരുക്കമായിരുന്നില്ല. അത്തരം കാര്യങ്ങളിൽ ബ്രൂസ് തൻ്റെതായ നിലപാടുകളിൽ ഉറച്ചുനിന്നു. ബ്രൂസിനെ സമീപിച്ച പല നിർമ്മാതാക്കളും കുങ്ഫുവിന്റെ വാണിജ്യ സാധ്യതകളെ മുതലെടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എത്തിയിരുന്നത്. അപ്പോഴേക്കും അടുത്ത ചിത്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾ ബ്രൂസിന്റെ മനസ്സിൽ ഉണർന്നിരുന്നു. ഇത്തവണ ലോക പ്രശസ്തരായ ആയോധനാ കലാകാരന്മാരൊക്കെയും പ്രത്യക്ഷപ്പെടുന്ന ഒരു ചിത്രമാണ് ബ്രൂസ് സ്വപ്നം കണ്ടത്. ചിത്രത്തിന് ബ്രൂസ് ഒരു പേരുമിട്ടു: ഗെയിം ഓഫ് ഡെത്ത്. അധികം സമയമെടുക്കാതെ തന്നെ ഗെയിം ഓഫ് ഡെത്തിൽ ഉൾപ്പെടുത്താനായി ഏതാനും ആക്ഷൻ രംഗങ്ങൾ ബ്രൂസ് ചിട്ടപ്പെടുത്തി. തുടർന്ന് ഒരാഴ്ചയോളം ബ്രൂസും അദ്ദേഹത്തെക്കാൾ 2 അടി ഉയരമുള്ള ജബ്ബാറും പരിശീലനത്തിൽ ഏർപ്പെടുകയും ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തു. ചിത്രീകരണത്തിനിടെ സങ്കീർണമായ ഒരു കിക്ക് കുറ്റമറ്റ രീതിയിൽ പകർത്താൻ 300-ലധികം തവണയാണ് ബ്രൂസിന് ചെയ്യേണ്ടി വന്നത്. എഴുതി തയ്യാറാക്കിയ ഒരു തിരക്കഥയില്ലാതെയാണ് കരീം അബ്ദുൾ ജബ്ബാറിനൊപ്പമുള്ള രംഗങ്ങൾ ബ്രൂസ് ചിത്രീകരിച്ചത്. ഗെയിം ഓഫ് ഡെത്തിൽ നടി ബെറ്റി ടിങ് പെയ്യും ഓസ്ട്രേലിയൻ നടൻ ജോർജ് ലാസൻബിയും അഭിനയിക്കണമെന്ന കാര്യത്തിൽ ബ്രൂസിന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഹോളിവുഡിലെ വാർണർ ബ്രദേഴ്സ് സ്റ്റുഡിയോ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ബ്രൂസിലിയെ നായകനാക്കി ഒരു ചിത്രം ചെയ്യുന്നത് എന്തുകൊണ്ടും തങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. തുടർന്ന് അവർ ബ്രൂസുമായി പുതിയ ചിത്രവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു. ആക്ഷൻ രംഗങ്ങളിൽ പൂർണ്ണ സ്വാതന്ത്ര്യവും നിയന്ത്രണവും ലഭിച്ചുകൊണ്ട് ഒരു അമേരിക്കൻ നിർമ്മിത ചിത്രത്തിൽ നായകനാകുകയെന്നത് ബ്രൂസ് വർഷങ്ങളായി കണ്ട സ്വപ്നമായിരുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ഇക്കാലം അത്രയും ബ്രൂസ് കഠിനാധ്വാനം ചെയ്തത്. വാർണർ ബ്രദേഴ്സിനൊപ്പം ഒരു ചിത്രം ചെയ്യാൻ ബ്രൂസ് ഏറെ മോഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഗെയിം ഓഫ് ഡെത്ത് സിനിമയുടെ ചിത്രീകരണം പാതി വഴിയിൽ നിർത്തിവെച്ച് വാർണർ ബ്രദേഴ്സുമായി സഹകരിച്ചുകൊണ്ടുള്ള പുതിയ ചിത്രത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ ബ്രൂസ് ശ്രദ്ധയൂന്നി. പുതിയ ചിത്രമായ ബ്ലഡ് ആൻഡ് സ്റ്റീലിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുന്നതിനിടയിൽ ചിത്രത്തിന്റെ പേര് മാറ്റണമെന്ന് ബ്രൂസ് വാർണർ ബ്രദേഴ്സ് അധികൃതർക്ക് മുൻപിൽ നിർബന്ധിച്ചു. തുടർന്ന് അവർ കൂടിയാലോചിച്ച് പുതിയൊരു പേര് കണ്ടെത്തി: എൻ്റർ ദി ഡ്രാഗൺ.
മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൽ തന്നെ എൻ്റർ ദി ഡ്രാഗൺ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു. എന്നാൽ വർദ്ധിച്ച ആവേശത്തോടെ ഭാവിയെപ്പറ്റി സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുന്ന ബ്രൂസിനായി കാലം വലിയൊരു പ്രതിസന്ധി കാത്തുവച്ചിരുന്നു. 1973 മെയ് 10 ഹോങ്കോങ്ങിലെ ഗോൾഡൻ ഹാർവസ്റ്റ് സ്റ്റുഡിയോയിൽ എൻ്റർ ദി ഡ്രാഗൺ സിനിമയുടെ ഡബ്ബിങ്ങിലായിരുന്നു ബ്രൂസിലി. ഡബ്ബിങ്ങിന് ഒരു ഇടവേള നൽകി ബ്രൂസ് ബാത്റൂമിൽ പോയി തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകി. എന്നാൽ പൊടുന്നനെ സ്വയം നിയന്ത്രിക്കാനാകാതെ ബ്രൂസ് നിലത്തേക്ക് പതിച്ചു. ആ കണ്ണുകൾ സാവധാനം അടഞ്ഞു. അങ്ങനെ 20 മിനിറ്റ് കടന്നുപോയി. ബാത്റൂമിന്റെ തറയിൽ ബോധരഹിതനായി കിടക്കുന്ന ബ്രൂസിനെ കണ്ട സ്റ്റുഡിയോ അധികൃതർ അദ്ദേഹത്തെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ബ്രൂസിനെ പരിശോധിച്ച ഡോക്ടർമാർക്ക് അദ്ദേഹത്തിന്റെ തലച്ചോറിൽ നീർക്കെട്ട് കണ്ടെത്താനായി. ഒടുവിൽ 2 മണിക്കൂറിന് ശേഷം ബ്രൂസ് സ്വബോധം കൈവരിച്ചു. ആ ദുരനുഭവത്തിൽ നിന്നും ഏറെക്കുറെ മോചിതനായതോടെ ലിൻഡയെയും കൂട്ടി ബ്രൂസ് അമേരിക്കയിലേക്ക് പോകുകയും യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ മെഡിക്കൽ സെന്ററിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയനാകുകയും ചെയ്തു. അനുപമമായ ആയോധനാ വൈഭവം കൊണ്ട് കാഴ്ചക്കാരെ അമ്പരപ്പിച്ച ആ യുവാവ് കാലം തനിക്കുമേൽ ഏൽപ്പിക്കുന്ന പീഡകളെ ഓർത്ത് വെന്തുരുകുകയായിരുന്നു. താൻ നായകനാകുന്ന ആദ്യ അമേരിക്കൻ ചിത്രമായ എൻ്റർ ദി ഡ്രാഗണിന്റെ അവസാന ഡയലോഗും ബ്രൂസ് ഡബ്ബ് ചെയ്തു തീർത്തു. അധികം വൈകും മുമ്പേ ഗെയിം ഓഫ് ഡെത്ത് സിനിമയുടെ ചിത്രീകരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ബ്രൂസ് ഹോങ്കോങ്ങിലേക്ക് മടങ്ങി. ഗെയിം ഓഫ് ഡെത്തിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. ബ്രൂസ് പഴയതുപോലെ ഊർജ്ജസ്വലതയോടെ കാണപ്പെടാൻ തുടങ്ങി. സുഹൃത്തുക്കളെയും ഭാര്യ ലിൻഡയെയും ഏറെ സന്തോഷിപ്പിച്ചു. പക്ഷേ അവർ അറിഞ്ഞിരുന്നില്ല പ്രതിസന്ധികളെ സധൈര്യം നേരിടുന്ന ആയോധന കലാകാരനായ ആ 32-കാരനായി കാലം ഒരുക്കി വെച്ചിരുന്ന കെണിയെപ്പറ്റി. 1973 ജൂലൈ 20 എൻ്റർ ദി ഡ്രാഗണിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അമേരിക്കയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു ബ്രൂസ്. ഉച്ചതിരിഞ്ഞ് 2 മണിയോടുകൂടി ഗെയിം ഓഫ് ഡെത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ റെയ്മണ്ട് ചോ ബ്രൂസിനെ കാണാനെത്തി. 4 മണിവരെ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ ബ്രൂസും ചോയും ബെറ്റി ടിങ്ങിന്റെ വീട്ടിലെത്തി. ചിത്രത്തിൽ അവരുടെ കഥാപാത്രത്തെപ്പറ്റി വിശദീകരിച്ചു. അന്നു രാത്രി ജെയിംസ് ബോണ്ട് നടൻ ജോർജ് ലാസൻബിയുമായി മീറ്റിംഗ് ഉണ്ടെന്ന് ബ്രൂസിനെ ഓർമ്മിപ്പിച്ചതിനു ശേഷം ചോ യാത്ര പറഞ്ഞിറങ്ങി. അധികം വൈകും മുമ്പേ തനിക്ക് അസഹനീയമാംവിധം തലവേദനിക്കുന്നതായി ബ്രൂസ് ബെറ്റിയോട് പറഞ്ഞു. അവർ നൽകിയ ഇക്കോജെസിക് എന്ന വേദന സംഹാരി കഴിച്ച ബ്രൂസ് അല്പസമയം വിശ്രമിക്കാനായി കട്ടിലിൽ കിടന്നു. ഈ സമയം ഡിന്നറിനായി ബ്രൂസിനെയും പ്രതീക്ഷിച്ച് റെയ്മണ്ട് ചോയും ജോർജ് ലാസൻബിയും ഹോട്ടൽ മിരാമറിയിൽ ഇരിക്കുകയായിരുന്നു. 9 മണി കഴിഞ്ഞതും റെയ്മണ്ട് ചോയെ ഫോണിൽ ബന്ധപ്പെട്ട ബെറ്റി താൻ എത്ര ശ്രമിച്ചിട്ടും ബ്രൂസ് ഉണരുന്നില്ലെന്ന് അദ്ദേഹത്തെ അറിയിച്ചു. ബെറ്റിയുടെ വീട്ടിലേക്ക് പാഞ്ഞെത്തിയ ചോ കണ്ടത് ബെഡിൽ നിശ്ചലനായി കിടക്കുന്ന ബ്രൂസിലിയെയാണ്. ബെറ്റിയുടെ ഡോക്ടർ ബ്രൂസിനെ ഉണർത്താൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. കാത്തുനിൽക്കാൻ അവർക്കാകുമായിരുന്നില്ല. ഉടൻ തന്നെ അവർ ബ്രൂസിനെ ക്യൂൻ എലിസബത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് സംഭ്രമജനകമായ നിമിഷങ്ങളായിരുന്നു. വൈദ്യസംഘം ഏതു വിധേനയും ബ്രൂസിന്റെ ജീവൻ നിലനിർത്താൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും അനുപമമായ മെയ് വഴക്കത്തിന്റെയും ആയോധനാ വൈഭവത്തിന്റെയും പര്യായമായി മനുഷ്യരൂപം പ്രാപിച്ച് ഭൂമിയിൽ അവതരിച്ച ആ ഇതിഹാസം വാനമേഘങ്ങളിലേക്ക് പറന്നകന്നിരുന്നു. ബ്രൂസിലി തലമുറകളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഓർമ്മയായി. ആ വാർത്ത ഒരു ഇടുത്തി പോലെ വിനോദ ലോകത്ത് പതിച്ചു. ദി ഫിറ്റ്നസ് മാൻ ഇൻ ദി വേൾഡ് എന്ന വിശേഷണത്തിന് ഉടമയായ ബ്രൂസിലി 32-ാം വയസ്സിൽ മരണം പ്രാപിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാകാതെ ആരാധകർ പൊട്ടിക്കരഞ്ഞു. ബ്രൂസിന്റെ മരണത്തിന് 1 മാസത്തിനു ശേഷം എൻ്റർ ദി ഡ്രാഗൺ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തി. $200 മില്യൺ വാരിക്കൂട്ടിക്കൊണ്ട് സിനിമാ ചരിത്രത്തിലെ വലിയ വിജയങ്ങളിലൊന്നായി എൻ്റർ ദി ഡ്രാഗൺ മാറി. എന്നാൽ ദുർവിധി ഈ കുടുംബത്തെ വിട്ടൊഴിഞ്ഞില്ല. ബ്രൂസ് മരിച്ച് 20 വർഷങ്ങൾക്ക് ശേഷം പുത്രൻ ബ്രാൻഡൻ ലീ ദി ക്രോ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ വെടിയേറ്റ് മരിച്ചു. 28 വയസ്സായിരുന്നു ബ്രാൻഡൻ അപ്പോൾ. അച്ഛനെ സംസ്കരിച്ച അതേ സെമിത്തേരിയിൽ അദ്ദേഹത്തിന് തൊട്ടടുത്തായി മകനെയും അടക്കം ചെയ്തു. ഇന്നും ബ്രൂസിലിയുടെ മരണകാരണം ഒരു നിഗൂഢതയായി അവശേഷിക്കുന്നു. ഒരിക്കൽ ബ്രൂസിലി ഇങ്ങനെ പറഞ്ഞു: ഒരുപക്ഷെ നാളെ ഞാൻ മരിക്കുമെന്നാകാം വിധി. അതിൽ എനിക്ക് യാതൊരു ദുഃഖവും ഉണ്ടായിരിക്കില്ല. എന്താണോ ഞാൻ ചെയ്യേണ്ടിയിരുന്നത് അത് ഞാൻ പൂർത്തിയാക്കി. ജീവിതത്തിൽ നിന്നും കൂടുതലായൊന്നും നാം പ്രതീക്ഷിച്ചുകൂടാ. ഓരോ ദിനവും ഓരോ പുതിയ കണ്ടെത്തലുകളായിരുന്നു ബ്രൂസിനും. ഒടുവിൽ വലിയൊരു കണ്ടെത്തലിനായി ആ ഏകാന്തപതികൻ യാത്രയായി. ഫണം വിടർത്തിയാടുന്ന മൂർഖൻ പാമ്പിനെ അനുസ്മരിപ്പിക്കുന്ന ചലനങ്ങളും
ഉരുക്ക് ശരീരവുമായി അനന്യസാധാരണ മെയ് വഴക്കത്തിലൂടെ തലമുറകളെ ത്രസിപ്പിച്ച ഇതിഹാസം ബ്രൂസ് ലീ ദി ഡ്രാഗൺ.